സുഹൃത്തുക്കളെ, വളരെ സങ്കീർണമായ ഒരു സാംസ്കാരിക അവസ്ഥയിലൂടെ കേരളം കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിനും അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളും നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. ഒരാശയത്തെ അല്ലെങ്കിൽ ഒരു സംഭവത്തെ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത, യാതൊരു തരത്തിലും യുക്തിസഹമായി ബന്ധിപ്പിക്കാൻ കഴിയാത്ത വിശദീകരണങ്ങളുടെ തൊങ്ങലുകൾ കൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു കാലമാണിത്. ഏറ്റവും ഒടുവിലെ ഉദാഹരണം മംഗൾയാൻ ചൊവ്വയെ ഭ്രമണം ചെയ്യുന്ന അതിന്റെ ഭ്രമണ പഥത്തിലേക്ക് എത്തിയ സംഭവമാണ്. അതിന്റെ തലേന്ന് ലോകം പ്രാർത്ഥനയോടെ, രാജ്യം മുഴുവൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു എന്നുള്ള വാക്യം വന്നു. നമുക്ക് ക്ഷമിക്കാം, ആരെങ്കിലും അങ്ങനെ ഉത്കണ്ഠാകുലരായിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചു പോയിട്ടുണ്ടാവാം, നമുക്കത് ക്ഷമിക്കാം. പക്ഷെ മംഗൾയാൻ ചൊവ്വയുടെ ആ ഭ്രമണപഥത്തിലേക്ക് എത്തുന്ന ആ ദിവസം, സെപ്റ്റംബർ 24 പത്രങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുകയാണ് വേണ്ടത്. ഒരു പത്രത്തിന്റെ തലക്കെട്ട് മംഗളമുഹൂർത്തം എന്നാണ്. ആ വാക്ക്, മംഗളമുഹൂർത്തം എന്ന വാക്ക് ആളുകളുടെ മനസ്സിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ആശയപ്രപഞ്ചമുണ്ട്. ആ ആശയപ്രപഞ്ചത്തിന് ഇവിടെ നടക്കുന്ന സംഭവവുമായി യാതൊരു ബന്ധവുമില്ല. ഒരു പത്രത്തിനാണ് അങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് ക്ഷമിക്കാം, ആ ഒരെണ്ണം അങ്ങനെ ആയിപ്പോയി. മറ്റൊരു പത്രം കൊടുത്ത തലക്കെട്ട് പ്രദക്ഷിണ വഴിയിൽ എന്നാണ്. പ്രദക്ഷിണ വഴി എന്താണ് അർത്ഥമാക്കുന്നത് നമുക്കറിയാം. അതും ഈ സംഭവവുമായി യാതൊരു ബന്ധവുമില്ല. മൂന്നാമതൊരു പത്രത്തിന്റെ തലക്കെട്ട് ഗൃഹപ്രവേശം എന്നാണ്. ആ വാക്കിൽ പിന്നെ ഒരു സാഹിത്യ ഭംഗിയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു പുതിയ പദം ഉണ്ടാക്കുകയാണ്. ഗൃഹപ്രവേശത്തിൽ നിന്നും ഗൃഹപ്രവേശത്തിലേക്ക് വേറൊരു പദമുണ്ടാക്കുകയാണ്. പക്ഷേ ഈ ഗൃഹപ്രവേശത്തിന്റെ താഴെയുള്ള വാർത്ത വായിക്കണം. വായിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഞെട്ടിപ്പിക്കുന്ന വാചകങ്ങളാണ്. ആദ്യം ചെയ്യുന്നത് മംഗൾയാനെ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുകയാണ്. അങ്ങനെയാണ് വാർത്ത ആരംഭിക്കുന്നത്. 1-ാം പേജ് വാർത്തയാണ്. പുരാതന മഹർഷിമാർ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് അരണി കടഞ്ഞ് അഗ്നി ജ്വലിപ്പിക്കുന്നത് പോലെ ലാം ജ്വലിപ്പിക്കുകയാണ് പിന്നത്തെ പടി. അത് കഴിയുമ്പോൾ ഈ മംഗൾയാൻ ചൊവ്വയുടെ ഗ്രഹണത്തിൽ പെട്ടുപോവുകയും ഭൂമിയുമായുള്ള ബന്ധം അറ്റുപോവുകയും ചെയ്യും. അപ്പോൾ ഈ ലക്ഷ്യത്തിനു വേണ്ടി വർഷങ്ങളോളം തപസ്സനുഷ്ഠിച്ച ശാസ്ത്രജ്ഞന്മാർ നിസ്സഹായരാകും. ആ നിസ്സഹായതയ്ക്ക് ഇടയിൽ അവിടെ വാഹനം പ്രവർത്തിച്ചു തുടങ്ങും. ഇങ്ങനെയാണ് 1-ാം പേജിലെ പ്രധാന വാർത്ത വിശദീകരിച്ചു പോകുന്നത്. അപ്പൊ ആളുകൾ വിചാരിക്കും, ഇത്രയധികം പ്രഗത്ഭന്മാരായ ശാസ്ത്രജ്ഞന്മാർ ഈ പാടെല്ലാം പെട്ടിട്ട് അവസാന നിർണായക നിമിഷത്തിൽ അവർ നിസ്സഹായരാവുകയും വേറെ ഏതോ അദൃശ്യ ശക്തി അവിടെ ഇരുന്നുകൊണ്ട് മംഗൾയാനെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യും എന്ന ആശയം ആളുകളുടെ മനസ്സിലേക്ക് കൊടുക്കാൻ ആണ് ഈ ശാസ്ത്രജ്ഞന്മാർ നേടിയ നേട്ടത്തെ മാധ്യമങ്ങൾ ഉപയോഗിച്ചത്. ഒരു ശാസ്ത്രജ്ഞനും ആ സമയത്ത് നിസ്സഹായനാവുകയായിരുന്നില്ല. ആ സമയത്ത് എന്താണോ സംഭവിക്കേണ്ടത് അത് ചെയ്യാൻ വേണ്ടി കൃത്യമായി കമ്പ്യൂട്ടർ പ്രോഗ്രാം നടത്തി അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് പിന്നെ ആ പ്രോഗ്രാം ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിക്കാനുള്ള കമാൻഡ് കൊടുത്തിട്ടാണ് ഈ ശാസ്ത്രജ്ഞൻ നിൽക്കുന്നത്. ആ സമയത്ത് ഭൂമിയുമായുള്ള കമ്മ്യൂണിക്കേഷൻ ബന്ധം വിച്ഛേദിച്ചു പോകും എന്നുള്ളത് മാത്രമാണ് അവിടെ ഉള്ള ഒരു പ്രതിസന്ധി. അത് മുൻകൂട്ടി അറിയാവുന്നതുമാണ്. നേരത്തെ അങ്ങനെ ഉണ്ടാവും അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സമൂഹത്തിൽ പുതിയ ഒരു തരം സാംസ്കാരിക അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ സാംസ്കാരിക അവസ്ഥ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തിനോട് ഒരു ബന്ധവുമില്ലാത്ത,
മറ്റൊരു ആശയ പ്രപഞ്ചം മനുഷ്യ മനസ്സിൽ സൃഷ്ടിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള പൊടിപ്പുകളും തൊങ്ങലുകളും വെച്ച പ്രചരണങ്ങൾ, വിശദീകരണങ്ങൾ, വിവരണങ്ങൾ ഒക്കെ മാധ്യമങ്ങൾ വഴിയും അല്ലാതെയും, മുഖ്യധാരാ മാധ്യമങ്ങൾ വഴിയും അല്ലാതെയും സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മംഗൾയാൻ എന്നേ പറഞ്ഞുള്ളൂ. വേറെ സംഭവങ്ങൾ എടുത്താലും ഇങ്ങനെയാണ് അതിന്റെ വിശദീകരണങ്ങൾ വരിക, ഈ രീതിയിലാണ് വരിക. അതുകൊണ്ട് പറയുന്നതിന് ഒരു യുക്തിയും വേണ്ട എന്നായി തീർന്നിട്ടുണ്ട്. ആളുകളെ ആകർഷിച്ചാൽ മാത്രം മതി എന്നുള്ള ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ കേരളം ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് വന്നു എന്ന് പരിശോധിക്കുകയാണ് നമുക്ക് ഈ ക്യാമ്പിന്റെ ആദ്യം ചെയ്യേണ്ട പ്രാഥമികമായിട്ടുള്ള കാര്യം. കേരളത്തെപ്പറ്റി നമ്മൾ സംസാരിച്ചു തുടങ്ങുന്നതെല്ലാം കേരളത്തിന് മാത്രമായുള്ള സവിശേഷമായ ഒരുപാട് ഗുണങ്ങളെയും കഴിവുകളെയും പറ്റി പറഞ്ഞുകൊണ്ടായിരിക്കും. അതിനെ മുഴുവനും നമുക്ക് കേരള വികസന മാതൃക എന്ന ഒറ്റ വാക്കിൽ പറയാം. അതിന്റെ വിശദാംശങ്ങൾ എല്ലാവർക്കും ഏതാണ്ട് ഹൃദിസ്ഥമാണ്. നമ്മളെപ്പോഴും പറയുന്ന കണക്കുകൾ ഹൃദിസ്ഥമാണ്. അതുകൊണ്ട് ആ കണക്കുകളിലേക്ക് പോകുന്നില്ല. കേരളത്തെക്കുറിച്ചുള്ള പൊതുവായ ധാരണ കേരള വികസന മാതൃക എന്ന ഒറ്റ വാക്കിൽ പറയാം. ആ ഒറ്റ വാക്കിന് ഏറ്റവും അത്യാവശ്യം വേണ്ട വിശദീകരണം ഇങ്ങനെയാണ്. പ്രാഥമികമായി അത് ആളുകളുടെ വേതനം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായി. അതിനെ വേണമെങ്കിൽ വിഭവങ്ങളുടെ നീതിപൂർവമായ വിതരണം എന്നൊക്കെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയാം. പണിയെടുക്കുന്ന ആളുകളുടെ വേതനം താരതമ്യേന വർദ്ധിച്ചു എന്നുള്ളതാണ് അതിന്റെ അന്തസത്ത. അത് ആളുകളുടെ ഭക്ഷ്യസുരക്ഷയെ ഉറപ്പാക്കി എന്നുള്ളതാണ് ഒന്നാമത്തെ നേട്ടം. നാല് ഘടകങ്ങളുടെ താങ്ങു തൂണുകളിലാണ് ഈ കേരള വികസന മാതൃക നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. ഒന്ന്, ഭക്ഷ്യസുരക്ഷയാണ് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം. രണ്ട്, എല്ലാവർക്കും ഭക്ഷണം കിട്ടിയാൽ പിന്നീട് വരാവുന്ന അടിയന്തര ആവശ്യം, രോഗം വന്നാൽ ചികിത്സിക്കാനുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ആരോഗ്യ സുരക്ഷയാണ്. ഇത് രണ്ടും എത്തിക്കഴിഞ്ഞാൽ സാമാന്യ ജനം സ്വാഭാവികമായി വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങും. വിദ്യാഭ്യാസ അവസരമുണ്ടാക്കി എന്നുള്ളതാണ് മൂന്നാമത്തേത്. നാലാമത്തേത്, ഈ പ്രാഥമികമായ ആവശ്യങ്ങളൊക്കെ കിട്ടിക്കഴിയുന്ന ഒരാൾക്ക് കുറെ കൂടി മാനസികവും സാംസ്കാരികവുമായി ഉയർന്ന തലത്തിലേക്ക് പോകുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ, കൂടുതൽ വിജ്ഞാനത്തിനുള്ള സൗകര്യങ്ങൾ. നമുക്ക് വേണമെങ്കിൽ കേരളത്തിലെ 4 പ്രധാനപ്പെട്ട സ്ഥാപന ശൃംഖലകളാണ് ഈ സൗകര്യങ്ങളുടെ പശ്ചാത്തലം ഒരുക്കിയത് എന്ന് പറയാം. ഒന്നാമത്തേത് റേഷൻ കടകളാണ് ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി. രണ്ടാമത്തേത് എല്ലാ ഗ്രാമങ്ങളിലും എത്തപ്പെട്ടിരിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടി. മൂന്നാമത്തേത് എല്ലാ ഗ്രാമങ്ങളിലും എത്തിയിട്ടുള്ള വിദ്യാലയങ്ങളാണ് വിദ്യാഭ്യാസ സൗകര്യത്തിന് വേണ്ടി. നാലാമത്തേത് എല്ലാ ഗ്രാമങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഗ്രാമീണ ഗ്രന്ഥശാലകളാണ് ആളുകളുടെ സാംസ്കാരികമായ ഉന്നതിക്ക് വേണ്ടി. ഈ 4 സ്ഥാപന ശൃംഖലകളുടെ വികസിത രൂപങ്ങളാണ് കേരള വികസന മാതൃകയുടെ എല്ലാ തലങ്ങളിലും കാണാവുന്നത്. ഇതിന്റെ മെച്ചപ്പെട്ട രൂപങ്ങളോ ഇതിന്റെ തുടർ വികസന രൂപങ്ങളോ ഇതിന്റെ തന്നെ കുറെ കൂടി ആളുകൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിലുള്ള സംഘാടനങ്ങളോ ഒക്കെയാണ് കേരള വികസന മാതൃകയിൽ മുഖ്യമായും നിലകൊള്ളുന്നത്. അത് പ്രവർത്തിക്കുന്നത് നമുക്ക് പറയാം. അതുകൊണ്ട് ഈ 4 സ്ഥാപനങ്ങളുടെ തളർച്ചയോ വളർച്ചയോ, ഇത് രണ്ടും കേരളത്തിന്റെ സാമൂഹ്യ ഗതിവിഗതികളെ നിർണായകമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കും. ഇവ തളരുമ്പോൾ കേരളം ഒരു തകർച്ചയിലേക്ക് പോകും. ഇവ മെച്ചപ്പെടുമ്പോൾ കേരളം മെച്ചമായ സാമൂഹ്യ സാംസ്കാരിക അവസ്ഥയിലേക്ക് വരും. ഇത് കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്.
നമ്മൾ സാധാരണ പറഞ്ഞു തുടങ്ങുന്നത് കേരളത്തിന്റെ സാക്ഷരതാ നിരക്കിൽ നിന്നുമാണ്. കേരളത്തിന്റെ സാക്ഷരതാ നിരക്ക് ഇപ്പോ 91.93%. സൂക്ഷ്മമായ കണക്കുകളിലേക്ക് പോകണ്ട. പുരുഷന്മാരുടെ സാക്ഷരത 96%, സ്ത്രീകളുടെ സാക്ഷരത 91%. പൊതുവായി രണ്ടും ചേർത്ത് കേരളത്തിന്റെ സാക്ഷരതാ നിരക്ക് 93.93%. എല്ലാവർക്കും പഠിക്കാനുള്ള അവസരമുണ്ട് എന്നാണ് നമ്മൾ അതിനെ ലളിതമായി പറയുക. അതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന് ഒരു ചെറിയ പാർശ്വവൽക്കരണ സ്വഭാവമുണ്ട്. ഒരു ചെറിയ വിഭാഗം ആളുകളെ ഓരത്തേക്ക് മാറ്റി നിർത്തുന്നുണ്ട്. എല്ലാവരും പഠിച്ചിട്ടില്ല. ഈ ബാക്കി 7% എന്ന് പറയുന്നത് ആദിവാസികളും തീരദേശവാസികളും അടങ്ങുന്ന മുഖ്യധാരയിൽ നിന്ന് പുറത്തായി പോയിട്ടുള്ള ആളുകളാണ്. ആ ആളുകളുടെ മാത്രം എണ്ണം എടുത്ത് സാക്ഷരത പരിശോധിച്ചാൽ ദയനീയമായ പിന്നോക്കാവസ്ഥയാണ്. പൊതു കണക്ക് പറയുമ്പോൾ അതിന് ഒരു പാർശ്വവൽക്കരണത്തിന്റെ സ്വഭാവമുണ്ട്. ആ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ പോലും കേരളത്തിന്റെ മൊത്തം ജനസംഖ്യയുടെ കണക്കെടുക്കുമ്പോൾ നമ്മൾ വളരെ മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിലാണ്. ആ മെച്ചം സാക്ഷരതയിൽ മാത്രമല്ല, കേരളത്തിലെ 3.3 കോടി ജനങ്ങൾക്ക് വേണ്ടി 3,86,000 ഹെക്ടർ ഭൂവിസ്തൃതിയിൽ 12,644 വിദ്യാലയങ്ങളുണ്ട്. 191 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുണ്ട്. 153 എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. എത്ര മെഡിക്കൽ കോളേജുകളുണ്ട് എന്നുള്ള കണക്കെടുക്കാൻ നോക്കിയിട്ട് പല സ്ഥലത്തും പല കണക്കുകളാണ് കാണുന്നത്. അതെത്രയുണ്ട് എന്ന് കൃത്യമായി രേഖപ്പെടുത്തി വെക്കാത്ത സ്ഥിതിയുണ്ട്. എത്ര സ്വാശ്രയ മെഡിക്കൽ കോളേജ് ഉണ്ട്, എത്ര സ്വകാര്യ മെഡിക്കൽ കോളേജ് ഉണ്ട് എന്നുള്ളത് സർക്കാരിന്റെ പലതരം കണക്കുകളിലും കാണുന്നില്ല. എന്തായാലും വിവിധ ആരോഗ്യ മേഖലകൾക്ക് വേണ്ടി വിവിധ മെഡിക്കൽ കോളേജുകളുണ്ട്. മോഡേൺ മെഡിസിന് വേണ്ടി മാത്രമല്ല, ഹോമിയോ മെഡിക്കൽ കോളേജ് വേറെയുണ്ട്, ആയുർവേദ മെഡിക്കൽ കോളേജ് വേറെയുണ്ട്. അങ്ങനെ വ്യത്യസ്ത ആരോഗ്യ ശാഖകൾക്ക് വേണ്ടി വ്യത്യസ്ത മെഡിക്കൽ കോളേജുകൾ പ്രവർത്തിക്കുന്നു. എത്ര സർവകലാശാലകളുണ്ട് എന്നുള്ളത് പോലും അങ്ങനെ കൃത്യം കണക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കേന്ദ്ര സർവകലാശാലകൾ വിവിധ എണ്ണം പ്രവർത്തിക്കുന്നു കേരളത്തിൽ. ഓരോ ഭാഷയ്ക്കും പ്രത്യേകം സർവകലാശാല വരുന്നുണ്ട്. മലയാളം സർവകലാശാലയുണ്ട്, സംസ്കൃതം സർവകലാശാലയുണ്ട്, അറബി സർവകലാശാലയ്ക്കുള്ള ആവശ്യം ഉയർന്നിട്ടുണ്ട്, അത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. സാങ്കേതിക സർവകലാശാല കൊച്ചിൻ യൂണിവേഴ്സിറ്റി കൂടാതെ പുതിയ ഒരെണ്ണം കൂടി വരാൻ പോകുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ വിവിധ തരം യൂണിവേഴ്സിറ്റികളും യൂണിവേഴ്സിറ്റികളുടെ പദവിയുള്ള സ്ഥാപനങ്ങളും കേരളത്തിൽ ധാരാളമുണ്ട്. കാർഷിക സർവകലാശാല തന്നെ ഒരു ദിവസം കൊണ്ട് 3 സർവകലാശാലയായി വിഭജിച്ചു പെരുകി. കൃഷിക്കൊരെണ്ണം, മൃഗസംരക്ഷണത്തിന് വേറൊരെണ്ണം, മത്സ്യബന്ധനത്തിന് മറ്റൊരെണ്ണം. അപ്പൊ സർവകലാശാല എന്നുള്ള സങ്കല്പം പോലും അട്ടിമറിച്ചുകൊണ്ട് ഓരോന്നും സൂക്ഷ്മമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് വരത്തക്കവണ്ണം ഗവേഷണ സ്ഥാപനങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നാണത് സൂചിപ്പിക്കുന്നത്. ഇനി ഇതൊന്നുമല്ലാത്ത മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഗവേഷണ സ്ഥാപനങ്ങൾ കേരളത്തിൽ വലിയ തോതിലുണ്ട്. ഭൗമശാസ്ത്രം പഠിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് സെസ് ഉണ്ട്. വെള്ളത്തെപ്പറ്റി മാത്രം പഠിക്കാൻ വേണ്ടി CWRDM ഉണ്ട്. ഭൂജല വകുപ്പിന് പ്രത്യേകം ഗവേഷണ സംവിധാനമുണ്ട്. തിരുവനന്തപുരത്ത് റീജിയണൽ ക്യാൻസർ സെന്റർ ഉണ്ട്, അതൊരു ഗവേഷണ സ്ഥാപനമാണ്. സാമൂഹ്യശാസ്ത്ര മേഖലയിൽ നേരിട്ട് പ്രവർത്തിക്കാൻ നിരവധി ഗവേഷണ സ്ഥാപനമുണ്ട്. അധികാര വികേന്ദ്രീകരണത്തിന്റെ മേഖലയിൽ കില പ്രവർത്തിക്കുന്നുണ്ട്. മാനവശേഷി വികസിപ്പിക്കാൻ വേണ്ടിയുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ നമുക്ക് വേറെയുണ്ട്. കാർഷിക മേഖലയിലേക്ക് വന്നാൽ ഓരോ വിളയ്ക്കും പ്രത്യേകമായ ഗവേഷണ സ്ഥാപനമുണ്ട്. കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് വേണ്ടി ഒരു ഗവേഷണ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. നെല്ലിന് പ്രത്യേക ഗവേഷണ സ്ഥാപനമുണ്ട്. തെങ്ങിന് പ്രത്യേക ഗവേഷണമുണ്ട്. കുരുമുളകിന്റെ കാര്യം പഠിക്കാൻ വേണ്ടി മാത്രം ഗവേഷണ സ്ഥാപനം വേറെയുണ്ട്. റബ്ബറിന് റബ്ബർ ബോർഡ് പ്രത്യേകമായി പ്രവർത്തിക്കുന്നു. എല്ലാ പഞ്ചായത്തിലും ഓരോ കൃഷിഭവനുകളുണ്ട്. അവിടുത്തെ കൃഷി ഓഫീസറുടെ മുഖ്യമായ ജോലി കൃഷിയിടങ്ങളിൽ നടക്കുന്ന
പ്രവർത്തനങ്ങളെ അക്കാഡമിക് ആയി സഹായിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നോക്കിയാൽ ശാസ്ത്രബോധം വികസിക്കുന്നതിനും ശാസ്ത്ര ഗവേഷണം മെച്ചപ്പെടുത്തുന്നതിനും ആളുകളുടെ ശാസ്ത്ര വിദ്യാഭ്യാസം വളരെ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കുന്നതിനും ആവശ്യമായ നിരവധി സംഘടനാ രൂപങ്ങൾ, സ്ഥാപനങ്ങൾ, ശൃംഖലകൾ കേരളത്തിൽ വളരെ കൂടുതലുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോ പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് കേരളം എന്നത് ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു സമൂഹമാണ്. അത്തരത്തിൽ ആ സമൂഹത്തെ സഹായിക്കാൻ ആവശ്യമായ പിന്തുണാ സംവിധാനങ്ങൾ ധാരാളം ഉണ്ട്. അതിനുള്ള പശ്ചാത്തല സൗകര്യങ്ങളുണ്ട്. അതില്ലാത്തത് കൊണ്ടല്ല മുമ്പേ പറഞ്ഞ അപകടം ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാനാണ് ഈ കണക്ക് പറഞ്ഞത്. ഇനി സാംസ്കാരിക രംഗമെടുത്താലും ഈ രൂപത്തിൽ നോക്കിയാൽ സ്ഥിതി വളരെ മെച്ചമാണ്. പഴയ പോലെ സജീവതയൊന്നുമില്ലെങ്കിലും എല്ലാ ഗ്രാമങ്ങളിലും ഗ്രന്ഥശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഗ്രന്ഥശാലകളെ ഏകോപിപ്പിക്കാൻ വേണ്ടി നമുക്ക് താലൂക്ക് തലം മുതൽ സംസ്ഥാന തലം വരെ ലൈബ്രറി കൗൺസിലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോപ്പി അച്ചടിക്കുന്ന ഭാഷാ ദിനപത്രം കേരളത്തിലാണ്. ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളുടെ കാര്യത്തിലും കേരളം സമ്പന്നമാണ്. അപ്പോൾ വിവരം ഉൽപ്പാദിപ്പിക്കുന്ന ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്, വിവരം വിനിമയം ചെയ്യാൻ ആവശ്യമായ മാധ്യമ സംവിധാനങ്ങളുണ്ട്, അത് ജനകീയ കൂട്ടായ്മയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഗ്രന്ഥശാലകൾ പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇത്രയും അനുയോജ്യമായ ശാസ്ത്രബോധത്തിനും യുക്തിചിന്തയ്ക്കും വികസിക്കാൻ ഇത്രയും അനുയോജ്യമായ പശ്ചാത്തല സൗകര്യം ഉണ്ടാക്കിയിട്ടുള്ള പ്രദേശം ഒരുപക്ഷെ ലോകത്ത് വളരെ അപൂർവമായിരിക്കാം. ഈ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ആ പക്ഷേ ഒരു വലിയ പക്ഷയാണ്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ കണക്കെടുക്കുക. അവരിൽ ബഹുഭൂരിപക്ഷം പേരും ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഉള്ള ആളുകളാണ്. രാഷ്ട്രീയ പ്രവർത്തകരിൽ ബിരുദമെടുത്തിട്ടുള്ള ആളുകളിൽ ഭൂരിപക്ഷം പേരും പഠിച്ചിട്ടുള്ളത്, ജനകീയാസൂത്രണ കാലത്ത് നമ്മളെടുത്ത കണക്കനുസരിച്ച് പഠിച്ചിട്ടുള്ളത് ധനതത്വശാസ്ത്രമാണ്, സാമ്പത്തികമാണ്. അങ്ങനെ ധനതത്വശാസ്ത്രത്തിൽ ബിരുദമെടുത്ത് അത് ബിരുദം നേടിയ ആളുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണാധികാരികളായി എത്തുമ്പോൾ തങ്ങളുടെ ഗ്രാമത്തിന്റെ സമ്പദ്ഘടന മെച്ചപ്പെടുത്താൻ വേണ്ടി എന്തുതരം അക്കാഡമിക് സംഭാവന അവർക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്ന ചോദ്യം കേരളത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് കിട്ടുന്ന ഉത്തരം കോളേജിൽ പഠിച്ചതൊന്നുമല്ല, ഗ്രാമത്തിലെത്തുമ്പോൾ ഗ്രാമത്തിലെ പ്രശ്നം എന്നാണ്. വിദ്യാലയ പഠിപ്പ് ഒരാളെ അയാൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ യുക്തിസഹമായ ശാസ്ത്രീയമായ തീരുമാനമെടുക്കാൻ സഹായിക്കുന്നില്ല എന്നുള്ളത് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് പണ്ടേയുള്ള വിമർശനമാണ്. ഇത് ആളുകളുടെ കാര്യത്തിൽ മാത്രമല്ല, മുമ്പേ പറഞ്ഞ ഗവേഷണ സ്ഥാപനങ്ങളെല്ലാം എടുക്കുക. നമ്മൾ ഗവേഷണ സ്ഥാപനങ്ങളെ വിമർശിക്കാൻ തുടങ്ങുന്നു എന്ന് വിചാരിക്കണ്ട. പക്ഷേ സെസ് ഉണ്ട് തിരുവനന്തപുരത്ത്. എല്ലാ കൊല്ലവും ഉരുൾപൊട്ടലും അതിന്റെ ജീവഹാനിയും ഉണ്ടാകുന്നുണ്ട്. ഇത് തമ്മിൽ പൊരുത്തപ്പെടാത്ത ഒരു സംഗതിയാണ്. ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കാം. ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ ഇടയുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും ആ പ്രദേശത്തെക്കുറിച്ചും പഠിക്കാം. നമ്മുടെ അറിവിൽ സെസ് അത്തരം പഠനങ്ങൾ ധാരാളം നടത്തുകയും ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ ഇടയുള്ള പ്രദേശങ്ങൾ മാപ്പിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഭൂപടം വെച്ചിട്ട് ഈ പ്രദേശങ്ങൾ ഉരുൾപൊട്ടൽ സാധ്യതയുള്ളവയാണ്, അവിടെ ആളുകൾ താമസിക്കരുത്, അവിടെ ഇപ്പോൾ ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സുരക്ഷിതമായി താമസിക്കാനുള്ള സൗകര്യം വേറെ ഒരുക്കി കൊടുക്കണം. അങ്ങനെയാണല്ലോ ഒരു അറിവിൽ നിന്നും ഒരു പ്രവർത്തനത്തിലേക്ക് വരിക. ഈ പ്രവർത്തനം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഗവേഷണ സ്ഥാപനമുണ്ട്. ഗവേഷണ സ്ഥാപനത്തിന്റെ നേട്ടം സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്നില്ല. CWRDM ഉണ്ട്. പക്ഷെ കേരളത്തിന്റെ ജലസമ്പത്ത് ഓരോ ദിവസവും തകർന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷിഭവനുകളുണ്ട്, കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. പക്ഷേ കാർഷികോൽപാദനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വശത്ത് വിദ്യാലയ പഠിപ്പ് വ്യക്തികളുടെ തീരുമാനമെടുക്കാനുള്ള കഴിവിനെ മെച്ചപ്പെടുത്തുന്നില്ല.
ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന അറിവുകൾ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ഗവേഷകരും ജനങ്ങളും തമ്മിലുള്ള ഒരു പാലം പണി കേരളത്തിൽ ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല എന്നാണ് ഇവയൊക്കെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളിലേക്ക് ഏറ്റവും ആധുനികവും പുതുതുമായിട്ടുള്ള ശാസ്ത്രീയമായ അറിവുകൾ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ഈ ഗവേഷണ സ്ഥാപനങ്ങളെ പുനഃസംഘാടനം ചെയ്യേണ്ടതുണ്ട്. സ്ഥാപനങ്ങളെ മാത്രമല്ല, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെയും ഒക്കെ പുനഃസംഘാടനം ചെയ്യേണ്ടതുണ്ട്. ഇനി വിദ്യാലയത്തിൽ നിന്നായാലും ഉപരിതല പഠന സ്ഥാപനങ്ങളിൽ നിന്നായാലും നമ്മുടെ ആളുകൾ പഠിച്ചിറങ്ങി വരുന്ന പഠിപ്പുകളൊന്നും പഞ്ചായത്ത് അംഗങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റൊരിടത്തും നിത്യജീവിതത്തിൽ പ്രയോഗിക്കപ്പെടാൻ കഴിയാത്ത അറിവുകളായി തീരുന്നുണ്ട്. അത് അറിവിന്റെ പരിമിതിയാണോ, അതോ ആ അറിവുകളെ ഉൾക്കൊള്ളാൻ കഴിയാത്തവണ്ണം സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നതാണോ എന്ന് നോക്കേണ്ടതുണ്ട്. എല്ലാവർക്കും അറിയാം ചൊവ്വയെക്കുറിച്ച്. പക്ഷെ ജാതകത്തിലും ചൊവ്വാദോഷത്തിലും എല്ലാവർക്കും വിശ്വാസമാണ്. എല്ലാവർക്കും അറിയാം ലളിതമായ ജീവിതമാണ് വേണ്ടതെന്ന്. പക്ഷെ വിവാഹ ദൂർത്ത് ആഡംബരം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം സ്വർണം ഒരു നിർജീവ ലോഹമാണ് എന്ന്. പക്ഷെ അത് വാങ്ങിക്കൂട്ടാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എല്ലാവർക്കും അറിയാം വയൽ നികത്തിയാൽ ജലക്ഷാമം ഉണ്ടാകുമെന്ന്. പക്ഷെ വയൽ നികത്താതെ നമുക്ക് വികസനം ഉണ്ടാക്കുക സാധ്യമല്ല. എല്ലാവർക്കും അറിയാം ഇത്രയും കെട്ടിടം കേരളത്തിൽ ആവശ്യമില്ല എന്ന്. പക്ഷെ കെട്ടിടമുണ്ടാക്കലാണ് കേരളത്തിലെ സമ്പത്തുൽപാദനത്തിന്റെ മുഖ്യ സ്രോതസ്. നമ്മൾ കഴിഞ്ഞ കൊല്ലം പറഞ്ഞ കണക്ക് 26% കേരളത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൽ ഭൂമി കൈമാറ്റത്തിന്റെയും കെട്ടിട നിർമ്മാണ മേഖലയുടെയും കൂടി സംഭാവന. അപ്പോ ഒരു കാര്യം പഠിച്ചു വെക്കുകയും അക്കാര്യത്തിനെതിരായി പ്രയോഗിക്കുകയും ചെയ്യുന്ന, അറിവും പ്രവർത്തനവും തമ്മിൽ ബന്ധമൊന്നുമില്ലാത്ത, അയുക്തികമായ, ശാസ്ത്രത്തിന്റെ രീതി കൊണ്ട് പ്രശ്നങ്ങളെ പരിശോധിക്കാത്ത, വിശകലനം ചെയ്യാത്ത ഒരു സമൂഹമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. ഈ മാറ്റത്തിന്റെ കാരണം നമ്മൾ എവിടെ നിന്നാണ് പരിശോധിച്ച് തുടങ്ങേണ്ടത്? പല കോണിൽ നിന്നും അത് ആരംഭിക്കണം. എങ്ങനെയാണ് ഇത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല. എങ്ങനെയാണ് കേരളം പതിയെ പതിയെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ള കാര്യം പരിശോധിക്കണം. ഈ പരിശോധന നമുക്ക് സമകാലീന കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയിൽ നിന്നും ആരംഭിക്കാം. കേരളം അതികഠിനമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. നമുക്കറിയാമത്. ആ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത് സർക്കാർ ഖജനാവിലെ നീക്കിയിരിപ്പിന്റെ ശോഷിപ്പ് മാത്രമല്ല, അതെത്ര കൂടി കുറഞ്ഞു എന്നുള്ളതല്ല. അതിനപ്പുറത്ത് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് പൊതുസമൂഹം ഒരു സുരക്ഷിത കവചം ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ള ധാരണ പോയി കഴിഞ്ഞിരിക്കുന്നു. അതില്ല എന്നുള്ളതാണ്. ആളുകളുടെയൊക്കെ നമ്മളൊക്കെ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുകയും ധീരതയോടെ ജീവിക്കുകയും ചെയ്യുന്നത് നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഈ സമൂഹം നമ്മളെ സംരക്ഷിക്കും, നമുക്ക് ഒരു സഹായം എത്തിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷ ചിലപ്പോ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളാകാം, നമ്മുടെ അയൽപക്കമാവാം, അല്ലെങ്കിൽ ഒരു തദ്ദേശ ഭരണ സ്ഥാപനമാകാം, അല്ലെങ്കിൽ ഒരു സഹകരണ ബാങ്കാവാം, അതുമല്ലെങ്കിൽ സർക്കാർ തരുന്ന ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ആവാം. ഇത്തരത്തിൽ ദുരിതം നേരിടുന്ന അല്ലെങ്കിൽ ദുഃഖമനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു സുരക്ഷാ കവചം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്ത ഒരു സമൂഹമായി കേരളം മാറിപ്പോകുന്നു. ഈ മാറ്റം നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഫലമായി ഉണ്ടായതല്ല, പകരം സർക്കാരുകൾ എടുത്തിട്ടുള്ള നയത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ്. തൽക്കാലം ഖജനാവിൽ പണമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ ബുദ്ധിമുട്ടാണ് എന്നല്ല പറയുന്നത്. പകരം സർക്കാരിന്റെ നയം എന്ന് പറയുന്നത് ഇനി അങ്ങനെ സൗജന്യങ്ങൾ കൊടുക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ്. അത്തരത്തിലാണ് മാറ്റമുണ്ടാകുന്നത്. അതേസമയം നമ്മൾ പിന്തുടർന്നു പോരുന്ന വികസന നയം നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ നശിപ്പിക്കുകയും, അത് മണ്ണായാലും വെള്ളമായാലും മീനായാലും സസ്യമായാലും ജന്തുവായാലും പ്രകൃതി വിഭവങ്ങളെ നശിപ്പിക്കുകയും
ഈ പ്രകൃതി വിഭവങ്ങളെ നശിപ്പിക്കുന്നത് കൊണ്ട് കൂടുതൽ കൂടുതൽ ആളുകളെ പാപ്പരാക്കുകയും ചെയ്യുന്ന ഒന്നായി തീർന്നിട്ടുമുണ്ട്. നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ സാമൂഹ്യ അവസ്ഥയെ ധനികർ പിന്നെയും ധനികരായിക്കൊണ്ടിരിക്കുന്ന, ദരിദ്രർ പിന്നെയും ദരിദ്രരായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം എന്ന് വിശകലനം ചെയ്തത് 1982 അത് കഴിഞ്ഞ ഇത്ര കാലം കഴിഞ്ഞിരിക്കുന്നു. ആ പ്രവർത്തനം അന്നുണ്ടായതിനേക്കാൾ എത്രയോ തീക്ഷ്ണമായി ഇന്ന് നിലനിൽക്കുന്നു. അന്ന് ദരിദ്രരായിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സഹായിക്കാൻ പരിമിതമായ ക്ഷേമ പ്രവർത്തനമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് എടുത്തു കളയപ്പെട്ടിരിക്കുന്നു. അപ്പൊ കുറെ കൂടി ഭീതിതമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കേരളം എത്തപ്പെട്ടിരിക്കുന്നു. രണ്ടു തരം പ്രതിസന്ധിയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നർത്ഥം. ഒന്ന് സാമ്പത്തികമായ പ്രതിസന്ധി, രണ്ട് ആദ്യം പറഞ്ഞ സാമൂഹ്യമായിട്ടുള്ള പ്രതിസന്ധി അഥവാ സാംസ്കാരികമായ പ്രതിസന്ധി. എങ്ങനെയാണ് കേരളം എത്തപ്പെട്ടത് ഈ അവസ്ഥയിലേക്ക്? എങ്ങനെയാണ് കേരളം ഇതിനു മുൻപ് മെച്ചമായ ഒരു സാംസ്കാരിക അവസ്ഥയിലേക്ക് വന്നത് എന്ന് ചോദിച്ചുകൊണ്ടേ നമുക്ക് ഇപ്പോഴത്തെ മോശമായ അവസ്ഥയെ പറയാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് കേരളം മെച്ചമായ ഒരു സാമൂഹ്യ അവസ്ഥയിലേക്ക് വികസിച്ചത്? കേരളം മെച്ചമായ ഒരു സാമൂഹ്യ അവസ്ഥയിലേക്ക് വികസിച്ചത് 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അഴിച്ചുവിടപ്പെട്ട നിരവധി പ്രക്ഷോഭങ്ങളുടെ ഫലമായിട്ടാണ്. ആ പ്രക്ഷോഭങ്ങളൊക്കെ തന്നെ, അതിന്റെ പട്ടിക നമുക്കെല്ലാവർക്കും അറിയാം. ആ പ്രക്ഷോഭങ്ങളെല്ലാം ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല. പകരം ആ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന സമയത്ത് കീഴാളരായി പോയ ഒരു വലിയ വിഭാഗം ആളുകളുടെ സാമൂഹ്യ അന്തസ്സ് പിടിച്ചെടുക്കുന്നതിനും അതുവഴി മനുഷ്യരാശിയുടെ മൊത്തം അഭിമാനത്തെ ഉയർത്തുന്നതിനും വേണ്ടി നടത്തിയിട്ടുള്ള സമരങ്ങളായിരുന്നു. അതിന് തീർച്ചയായിട്ടും സാമ്പത്തികമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ എന്നാൽ പോലും അത് മുഖ്യമായും മനുഷ്യർക്ക് മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടിയുള്ള സമരമായിരുന്നു. ആ സമരത്തിൽ അതുവരെ വിശ്വാസം എന്ന് വിളിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ അന്ധവിശ്വാസമാണ് എന്ന് തെളിഞ്ഞു. അതുവരെ ആചാരങ്ങൾ എന്ന് വിളിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ അനാചാരങ്ങളാണ് എന്ന് തെളിഞ്ഞു. അതുവരെ ചില ആളുകളുടെ മാത്രം കുത്തകയായിരുന്ന ഒരുപാട് പൗര അവകാശങ്ങൾ എല്ലാവർക്കും അനുഭവവേദ്യമാകണം എന്ന് വന്നു. അതുവരെ അധികാര രൂപങ്ങളായി നിന്നിരുന്ന സങ്കല്പനങ്ങൾ അവിടെ വെച്ച് ഉടഞ്ഞുപോയി. നാരായണ ഗുരു ഒരു കല്ലെടുത്ത് ശിവപ്രതിഷ്ഠ നടത്തുമ്പോൾ അങ്ങനെ ശിവനെ പ്രതിഷ്ഠിക്കാൻ നിങ്ങൾക്ക് ആരനുവാദം തന്നു? ആ ചോദ്യം പ്രസക്തമാണല്ലോ. ലോകത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫലിതമാണ് അതിന്റെ ഉത്തരം. നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്നുള്ള ഒരു ഒറ്റ വാക്യത്തിലൂടെ ശിവൻ നമ്മുടെ ശിവനുമുണ്ട്, നിങ്ങളുടെ ശിവനുമുണ്ട് എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. നാരായണ ഗുരുവിന്റെ അതേ യുക്തി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ദലിതന് ദലിത് ശിവനെ പ്രതിഷ്ഠിക്കാം, ഒരു സ്ത്രീക്ക് സ്ത്രൈണ ശിവനെ പ്രതിഷ്ഠിക്കാം. കാരണം നമുക്ക് നമ്മുടെ ശിവനുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ശിവനുണ്ട്. അതുവരെ ശിവൻ എന്നുള്ളത് ലോകത്തെ മുഴുവൻ സംഹരിക്കാൻ കഴിയുന്ന അധികാരരൂപിയായ ഒരു വലിയ ദൈവമായിരുന്നുവെങ്കിൽ ആ ഒരൊറ്റ പ്രഖ്യാപനത്തിലൂടെ ശിവൻ എന്നത് എടുത്ത് കല്ല് പ്രതിഷ്ഠിക്കുന്ന ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് അയാളുടെ വ്യാഖ്യാനത്തിനനുസരിച്ച് മാറിപ്പോകുന്ന ഒന്നായി തീരുന്നു. അങ്ങനെയാണ് അതുവരെ നിലനിന്നിരുന്ന അധികാര രൂപത്തെ പൊളിച്ചു കളയുന്നത്. അങ്ങനെ പൊളിച്ചു കളയുന്നതിന്റെ തുടർച്ചയായി നിരവധി തരം അവകാശ പോരാട്ടങ്ങൾ ഉയർന്നു വന്നു. 2014 എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹത്തിന്റെ 90ാം വാർഷികം ആഘോഷിക്കുന്ന വേളയാണ്. വൈക്കം സത്യാഗ്രഹം വൈക്കം ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവകാശത്തിനു വേണ്ടിയല്ല, വൈക്കം ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ പോകുന്ന പൊതുനിരത്തിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശത്തിനു വേണ്ടിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം
ഗുരുവായൂർ അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കാനുള്ള അനുവാദമാണ് ചോദിച്ചതെന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ സമരം നടത്തിയവർക്കറിയാം അവിടെ കയറി പ്രാർത്ഥിച്ചത് കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല, അതല്ല ആളുകളുടെ രക്ഷാമാർഗമെന്നറിയാം. പി കൃഷ്ണപിള്ള ഗുരുവായൂർ അമ്പലത്തിൽ കയറി മണിയടിച്ച് തൊഴുത് ഒരു സമരം നടത്തുമ്പോൾ അദ്ദേഹത്തിന് അറിയാമല്ലോ ഇവിടെ കയറി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഈ അവകാശം കിട്ടുന്നത് കൊണ്ട് ആരുടെയും ജീവിതം മെച്ചപ്പെടാൻ പോകുന്നില്ല. പക്ഷെ സമരം എന്താണ്? ഇത് പൊതുവായി ആളുകൾ വന്നു ചേരുന്ന ഒരു ഇടമാണ്. ഈ ഇടത്തിൽ ഒരു അയിത്തം നിലനിൽക്കുന്നു. ആ അയിത്തം മനുഷ്യവിരുദ്ധമാണ്. ആ അയിത്തത്തിന് യുക്തിസഹമായ ഒരു വിശദീകരണവുമില്ല. ആ അയിത്തത്തിന് ശാസ്ത്രീയമായ ഒരു വിശദീകരണവുമില്ല. അതുകൊണ്ട് ആ അയിത്തം പോകണം, അതാണ് ആവശ്യം. അല്ലാതെ അവിടെ കയറി പ്രാർത്ഥിച്ചിട്ട് മോക്ഷം കിട്ടാം എന്ന് വിചാരിച്ചിട്ടല്ല കൃഷ്ണപിള്ളയെ പോലെയുള്ള ആളുകൾ അവിടെ പോയി സമരം ചെയ്യുന്നതും മർദ്ദനമേൽക്കുന്നതും. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തെ കേരളമാക്കി മാറ്റി തീർക്കുന്ന ഈ പ്രക്ഷോഭത്തിന്റെ പിന്നിൽ ദുർബലരായ ദരിദ്രരായ ആളുകളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് മാത്രമല്ല, സമൂഹത്തിൽ അതുവരെയും നിലനിന്നിരുന്ന യുക്തിരഹിതമായ ശാസ്ത്രബോധത്തിന്റെ പിന്തുണയില്ലാത്ത സാമൂഹ്യ ഘടനകളെ പൊളിച്ചു കളയുക. അങ്ങനെ പൊളിക്കുന്നതിലൂടെ പുതിയ ഒരു ആശയം രൂപപ്പെടുത്തിക്കൊണ്ടുവരിക, വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ആ പ്രക്ഷോഭത്തിന്റെ പിന്നിലുണ്ടായിരുന്നത്. അത് വളരെ ശരിയായ ഒരു ദിശയിലേക്ക് നീങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. വളരെ ശരിയായ ദിശയിലേക്ക്. ചരിത്രത്തിൽ ആദ്യമായി ആളുകളുടെ വിദ്യാഭ്യാസ അവകാശം നേടാൻ വേണ്ടി കർഷക തൊഴിലാളി പണിമുടക്കം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ്, ഇതിന്റെ തുടർച്ചയായി വരുന്ന ഭാഗമായിട്ടാണ്. അതിന്റെ ഒരു ഘട്ടത്തിൽ അതുവരെ ഉണ്ടായിരുന്ന മതപരമായിട്ടുള്ള അതിന്റെ സംരക്ഷിത കവചങ്ങളെ പൊളിച്ചു കളഞ്ഞുകൊണ്ട് അതിന്റെ കേന്ദ്ര പ്രമേയം പുറത്തേക്ക് വരുന്നുണ്ട്. ഒരു മുട്ടയുടെ തോട് പൊട്ടിച്ച് കിളിക്കുഞ്ഞു പുറത്തേക്ക് വരുന്നത് പോലെ ഈ പ്രക്ഷോഭത്തിന്റെ ഉള്ളിൽ നിന്നും അതിന്റെ കാമ്പ് പുറത്തു വരുന്നുണ്ട്. അത് സഹോദരൻ അയ്യപ്പന്റെ മുദ്രാവാക്യമാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. നാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമെന്ന് പറയുന്നത് അന്ന് നിലനിന്ന സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി അങ്ങനെ പറഞ്ഞാലേ ആളെ പിടിച്ചു നിർത്താൻ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ്. അതിന്റെ അടുത്ത ഘട്ടം ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറയലാണ്. അപ്പോ വളരെ കൃത്യമായ ഒരു ദിശയിലേക്ക്, വെറുതെ സാംസ്കാരിക മാറ്റം മാത്രമല്ല, അവകാശങ്ങൾക്ക് വേണ്ടി പണിമുടക്കാനുള്ള, അവകാശങ്ങൾക്ക് വിരുദ്ധമായി നിലകൊള്ളുന്ന സാംസ്കാരിക അവസ്ഥയെ പൊളിച്ചു കളയാനുള്ള, അതിനെ ചോദ്യം ചെയ്ത് തകർക്കാനുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം ഈ നവോത്ഥാന പ്രക്രിയയുടെ ഭാഗമായി ഉയർന്നു വരികയുണ്ടായി. ഇങ്ങനെ സാംസ്കാരികമായിട്ടുള്ള തകർച്ചയെ മാത്രമല്ല, മാറ്റത്തെ മാത്രമല്ല ആ അക്കാലത്തെ പ്രക്ഷോഭങ്ങൾ അഭിസംബോധന ചെയ്തത്. അത് ഒരു വലിയ വിശാലമായ ക്യാൻവാസിലുള്ള സംഗതിയാണ്. അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തിരുവിതാംകൂറിലെ സർക്കാർ സർവീസിൽ മലയാളികൾക്ക് കൂടി ഉയർന്ന ജോലികളിൽ എത്താനുള്ള അവസരം വേണം എന്നാവശ്യപ്പെടുന്നു. അതുവരെ അത് പരദേശി ബ്രാഹ്മണരുടെ കുത്തകയായിരുന്നു. അപ്പൊ മലയാളി മെമ്മോറിയൽ എന്ന സമരരൂപം ഉണ്ടായി വരുന്നത് അങ്ങനെയാണ്. അങ്ങനെ മലയാളികൾക്ക് കൂടി വേണം എന്ന് മാത്രം പറഞ്ഞ ആൾക്കാ കിട്ടുക. സ്വാഭാവികമായി അത് മലയാളി ബ്രാഹ്മണർക്കാണ് കിട്ടുക അന്നത്തെ സാമൂഹ്യ സംവിധാനം അനുസരിച്ച്. അതുപോരാ, അത് ബാക്കിയുള്ളവർക്ക് കൂടി വേണം. അങ്ങനെ മലയാളി മെമ്മോറിയൽ തുടർച്ചയായിട്ട് ഈഴവ മെമ്മോറിയൽ വരുന്നു. 13,000 ആളുകളാണ് ഈഴവ മെമ്മോറിയലിൽ ഒപ്പിട്ടത് നിവേദനത്തിൽ. ഈ മാറ്റങ്ങളെ ഒക്കെ കൂടുതൽ പ്രചോദിപ്പിക്കുകയും അതിനെ കൂടുതലായി കത്തിജ്വലിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ആഗോള രാഷ്ട്രീയ സാഹചര്യവുമുണ്ട്. അതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ സോവിയറ്റ് വിപ്ലവത്തിൽ ആകർഷനായിട്ട് വടക്കു പടിഞ്ഞാറ് ഒരു ദേശത്ത് ചുവന്ന സൂര്യൻ ഉദിച്ചു എന്ന കവിത എഴുതുന്നത്. അപ്പോ ഇത് കേരളത്തിന്റെ ഉള്ളിൽ നിന്ന് മാത്രമുണ്ടായ ഒരു സംഗതിയല്ല. ലോകത്ത് മൊത്തത്തിൽ നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ പരിശോധിച്ചിട്ട് അതിനെ വിശകലനം ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലും ചില മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ആ മാറ്റങ്ങൾ ഇപ്പം നിൽക്കുന്ന ചില അശാസ്ത്രീയ യുക്തിവിരുദ്ധമായ സാമൂഹ്യ ഘടകങ്ങളെ പൊളിച്ചുകൊണ്ടല്ലാതെ പറ്റില്ല എന്നുള്ള ഒരറിവിന്റെ പിൻബലത്തിലാണ് ഉണ്ടായി വരുന്നത്. സമസ്ത മേഖലയിലും ആ മാറ്റം പതുക്കെ പതുക്കെ വരുന്നു. സാഹിത്യത്തിൽ കേസരി ബാലകൃഷ്ണപിള്ളയും മറ്റും അത് കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നു. എങ്ങനെയാണ് തിരുവിതാംകൂറിന്റെ നിയമസഭയായിരുന്ന
പ്രജാമണ്ഡലം അല്ലെ? പ്രജാമണ്ഡലം എങ്ങനെയാണ് അതിനെ പൊളിച്ച് പുതിയ രൂപത്തിൽ അതിന്റെ ഘടനയെ മാറ്റി തീർക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കേസരി ബാലകൃഷ്ണപിള്ള കൃത്യമായ ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അപ്പോ ഒരു സാമൂഹ്യ അവസ്ഥയിൽ നിന്ന് വേറൊരു സാമൂഹ്യ അവസ്ഥയിലേക്ക് കേരളം പതുക്കെ പതുക്കെ മാറി വരികയാണ്. ആ മാറ്റത്തിന് കാരണമായി തീരുന്നത് ആ മാറ്റത്തിന് വേണ്ടി അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന അതിന്റെ കാമ്പ് എന്ന് പറയുന്നത് മാനവികത, യുക്തിചിന്ത, ശാസ്ത്രബോധം തുടങ്ങിയിട്ടുള്ള പ്രതിഭാസങ്ങൾ ഒരു ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥയിൽ അസാധ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. മാനവികതയും യുക്തിചിന്തയും ശാസ്ത്രബോധവും ഒക്കെ പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ അവസ്ഥയിലേക്ക് മാറിത്തീരണം ഈ ഫ്യൂഡൽ വ്യവസ്ഥയെ മാറ്റിയിട്ട്. ഫ്യൂഡൽ വ്യവസ്ഥയെ അപേക്ഷിച്ച് അത് മുതലാളിത്തത്തിലേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് മുതലാളിത്തത്തിലേക്ക് വികസിക്കാതെ പറ്റില്ല. ഇങ്ങനെയുള്ള ഒരു മാറ്റമാണ്, ആ മാറ്റമാണ് ഇതിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അതിന്റെ പ്രധാന ഘടകം എന്ന് പറയാം. ഇതേസമയം തന്നെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നുണ്ട്, പാട്ടക്കുടിയാന്മാരെ സംഘടിപ്പിക്കുന്നുണ്ട്. ആ സംഘടനകളുമൊക്കെ പുറമെ പൊതുവിൽ അവരുടെ സാമ്പത്തികമായ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിരുന്നത് എങ്കിൽ പോലും അതിന്റെ പ്രവർത്തന പരിപാടിയെ വിശകലനം ചെയ്താൽ അവരെയൊക്കെ ജാതീയതയുടെ കെട്ടുപാടിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത് കാണാൻ പറ്റും. അത്തരം സംഘടനകളുടെ സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രമേയങ്ങൾ, അതിന്മേലുണ്ടാകുന്ന ചർച്ചകൾ ഒക്കെ ജാതീയതയുടെയും അന്ധവിശ്വാസത്തിന്റെയും പിടിയിൽ നിന്നും ഈ ആളുകളെ പുറത്തു കൊണ്ടുവരികയാണ്. അങ്ങനെ പുറത്തു കൊണ്ടുവന്ന് മാത്രമേ അവർക്ക് സാമ്പത്തികമായ നിലനിൽപ്പും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഇത് രണ്ടും കൂടി ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കേരള സംസ്ഥാനം രൂപപ്പെടുന്നത് വരെ കണ്ടത്. അങ്ങനെ ഏതാണ്ട് ഒരു അരനൂറ്റാണ്ട് കാലമെങ്കിലും എടുത്ത നിരവധിയായ പ്രക്ഷോഭ സമരങ്ങളുടെ ഫലമായി ഒരു പുതിയ കേരളം ഉണ്ടാവുകയും ആ പുതിയ കേരളത്തിൽ ഒരു പുതിയ തരം പ്രവർത്തന പരിപാടി ഉണ്ടായി വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതുവരെ ഉണ്ടായി വന്ന എല്ലാ മുന്നേറ്റങ്ങളെയും തടയുകയും പിന്നീട് ദീർഘകാലത്തേക്ക് കേരളത്തിന്റെ പുരോഗതിയെ തടയുകയും ചെയ്തതും ഒരു സമരം തന്നെയാണ്. അതുവരെയുള്ള എല്ലാ സമരങ്ങളെയും പുറകോട്ടടിപ്പിക്കുന്ന ഒരു സമരം കേരളത്തിൽ 1957 ഐക്യ കേരള സർക്കാരിനെ പുറത്താക്കാൻ വേണ്ടി ആ സർക്കാർ ചെയ്ത തെറ്റ് ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസ ബില്ലും അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ആ രണ്ട് കാര്യങ്ങൾക്കെതിരായി നടന്ന സമരമുണ്ട്. ആ സമരത്തെ നമ്മൾ എന്തിനാണ് ഇവിടെ പരാമർശിക്കുന്നത്? ആ സമരത്തിൽ വെച്ചാണ് കേരളത്തിന്റെ രാഷ്ട്രീയ നേതൃത്വവും കേരളത്തിന്റെ ജാതി മത മേധാവികളും പരസ്യമായി സഖ്യത്തിൽ ഏർപ്പെടുന്നത്. കേരളത്തിൽ ജാതിയുടെയും ഉപജാതിയുടെയും പേരിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെടാൻ കാരണമാകുന്നത് ആ സമരമാണ്. 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് വരുമ്പോ കേരളത്തിലെ എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു എന്ന് വിചാരിക്കരുത്. അല്ലെങ്കിൽ കേരളത്തിലെ ഭൂരിപക്ഷം പേരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു എന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല ആ ഗവൺമെന്റ് ഉണ്ടായത്. കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടായി വരികയാണ്. ആ മാറ്റത്തിന് അനുകൂലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കുന്നത്. ഇത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായതുകൊണ്ടല്ല. ഈ മാറ്റത്തിന് വേണ്ടി നിലകൊണ്ട ആളുകളെ നിരാശപ്പെടുത്തി എന്നുള്ളതാണ് വിമോചന സമരം നടത്തിയ ഏറ്റവും വലിയ തെറ്റ്. ഏത് പാർട്ടിക്ക് അത് ഗുണമായി, ഏത് പാർട്ടിക്ക് ദോഷമായി എന്നുള്ളതല്ല കാര്യം. ഈ പാർട്ടിയുടെ പേര് അങ്ങനെ പറയുമ്പോൾ അത് രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കപ്പെടാൻ ഇടയുണ്ട്. പക്ഷെ അതിന്റെ അപകടം എന്താണ്? അപകടം ഇതാണ്: കേരളം അതിശക്തമായി മാറിക്കൊണ്ടിരിക്കുന്നു. ആ മാറ്റത്തിന് വേണ്ടി വലിയ ഒരു വിഭാഗം ആളുകൾ നിലകൊള്ളുന്നു. ആ നിലകൊള്ളുന്ന ആളുകളെ നിരാശപ്പെടുത്തി കളഞ്ഞ ഒന്നായി വിമോചന സമരം വരികയും വിമോചന സമരം കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിലെ, രാഷ്ട്രീയത്തിലെ മാത്രമല്ല കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായി അത് അതുവരെ വളർന്നു വന്ന പാതയിൽ നിന്ന് വ്യതിചലിപ്പിച്ച മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തു. 50കളിൽ യുക്തിചിന്തയിലും ശാസ്ത്രബോധത്തിലും മാനവികതയിലുമൊക്കെ ഉറച്ചു നിന്ന ആളുകൾ ഒരു 10-15 കൊല്ലം കഴിഞ്ഞപ്പോ 60കളുടെ അവസാനം 70കളിലൊക്കെ ആയപ്പോ അവർ അരാഷ്ട്രീയതയിലേക്കോ അല്ലെങ്കിൽ അയുക്തികമായ ശൈലിയിലേക്കോ
അല്ലെങ്കിൽ പരമ്പരാഗത ശാസ്ത്രബോധത്തിന് വിരുദ്ധമായിട്ടുള്ള രൂപങ്ങളിലേക്കോ മാറിപ്പോകുന്നു നമ്മൾ കാണുന്നുണ്ട്. ഈ മാറ്റം കേരളത്തിന്റെ രാഷ്ട്രീയത്തിലുണ്ടായ ഈ തിരിച്ചടി ആളുകളിലുണ്ടാക്കിയ നിരാശതാബോധത്തിന്റെ ഫലമാണ്. അത് പിന്നീട് ദീർഘകാലം കേരളത്തെ ഇങ്ങനെ സ്വാധീനിച്ചു വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ അതിന്റെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ ബന്ധങ്ങളെ വിശകലനം ചെയ്യേണ്ടത്. ചങ്ങമ്പുഴയുടെ വാഴക്കുല എടുക്കുക. ജന്മിക്ക് മലയപ്പുലയനോട് ഈ വാഴക്കുല വെട്ടി എന്റെ ഇല്ലത്ത് കൊണ്ട് തരിക എന്ന് പറഞ്ഞാൽ മാത്രം മതി. ജന്മി മലയപ്പുലയന്റെ മേൽ ഒരു തരം ബലപ്രയോഗവും നടത്തുന്നില്ല. ജന്മി മലയപ്പുലയന്റെ മേൽ ഏതെങ്കിലും ഭരണകൂടത്തിന്റെ അധികാരം ഉപയോഗിക്കുന്നില്ല. ഒരു പോലീസിനെയും ഉപയോഗിക്കുന്നില്ല. ഒരു കോടതിയും അയാൾക്ക് വേണ്ട. ആ ഉൽപ്പന്നം ഇവിടെ കൊണ്ട് തരണമെന്ന് പറഞ്ഞാൽ അത് അനുസരിക്കുന്ന ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിന്റെ ഉള്ളിലാണ് ജന്മിയും മലയപ്പുലയനും നിൽക്കുന്നത്. അതാണ് അതിന്റെ അപകടം. അധികാരിയെ ചോദ്യം ചെയ്യാൻ ദരിദ്രർക്കോ ദുർബലർക്കോ തൊഴിലാളിക്കോ അവസരം കൊടുക്കാത്ത ഒരു സാമൂഹ്യാവസ്ഥയുണ്ട്. അതാണ് അയുക്തികമായ സാമൂഹ്യാവസ്ഥയുടെ ഏറ്റവും വലിയ അപകടം. അധീശ ശക്തിയെ ചോദ്യം ചെയ്യാൻ അനുവാദമില്ലാത്ത ആളുകളെ സൃഷ്ടിച്ചു വെക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അപകടം. അതൊരു സാമൂഹ്യ വ്യവസ്ഥയാണ്. അതുകൊണ്ട് അക്കാലത്ത് ആ അനീതിയോട് ഏറ്റവും ശക്തിയായി പ്രതികരിക്കുന്ന ചങ്ങമ്പുഴയ്ക്ക് പോലും ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തന്നെ പിന്മുറക്കാം എന്നേ പറ്റുള്ളൂ. നിങ്ങളെ കൊണ്ട് പറ്റില്ലെന്ന് ചങ്ങമ്പുഴയ്ക്കറിയാം. കാരണം അത് സാധ്യമാക്കുന്ന ഒരു സാമൂഹ്യാവസ്ഥയിലല്ല അവർ ജീവിക്കുന്നത്. നിങ്ങളെ കൊണ്ട് പറ്റില്ല. നിങ്ങളുടെ പിന്മുറക്കാർക്കേ പറ്റൂ, ഇനി വരാൻ പോകുന്നവർക്കേ പറ്റൂ എന്നേ അവർക്ക് പറയാൻ കഴിയുള്ളൂ. അങ്ങനെ പിന്മുറക്കാരെന്താ ചെയ്തേ എന്നുള്ള ചോദ്യമുണ്ട്. എന്താ ചെയ്തേ? പിന്മുറക്കാർ ചെയ്തത് ഈ ഫ്യൂഡൽ സാമൂഹ്യ അവസ്ഥയെ അഴിച്ചു കളയുകയാണ്. അങ്ങനെ അഴിച്ചു കളഞ്ഞാൽ അധീശവർഗം വെറുതെ ഇരിക്കുമോ? വെറുതെ ഇരിക്കില്ല. ഈ സാംസ്കാരിക സാമൂഹ്യ അവസ്ഥയാണ് ഉപരിവർഗത്തിന് അന്നത്തെ ദളിതരുടെ മേൽ ആധിപത്യം കൊടുത്തതെങ്കിൽ ആ സാംസ്കാരിക അവസ്ഥ പോയി കഴിഞ്ഞാൽ ഉപരിവർഗം പുതിയ മർദ്ദന ഉപകരണങ്ങൾ ഉണ്ടാക്കും. അത് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പുത്തൻകലവും അരിവാളും എന്ന കവിത വായിച്ചാൽ മനസ്സിലാവും. ഒരു 10 കൊല്ലത്തെ വ്യത്യാസമുണ്ട് ഈ വാഴക്കുലയും പുത്തൻകലവും അരിവാളും തമ്മിൽ. പുത്തൻകലവും അരിവാളും എഴുതുമ്പോൾ അത് വടക്കൻ മലബാറിലാണ്. ഇവിടുത്തെ പോലെയുള്ള ജാതീയമായ ബന്ധമില്ല. ജന്മിയും മലയപ്പുലയനും തമ്മിൽ ബന്ധമില്ല. തമ്മിലുള്ള ബന്ധമല്ല അവിടെ നിൽക്കുന്നത്. അവിടെ മറ്റൊരു ബന്ധമാണ്. അവിടെ ഭൂ ഉടമയും കർഷകനും എന്ന ബന്ധമാണ്. അവിടെ ജാതീയതയുടെ ബന്ധമില്ല. അതുകൊണ്ട് ഇടശ്ശേരിയുടെ കവിതയിലെ കോമൻ എന്ന കർഷകന് അയാൾ ഉൽപ്പാദിപ്പിച്ച നെല്ല് ജന്മിയാണ് കൊയ്യുന്നത്. ഇവിടുത്തെ പോലെ തന്നെ ചങ്ങമ്പുഴയുടെ കാര്യത്തിലെ പോലെ തന്നെ കോമൻ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് കൊയ്യുന്നത് ജന്മിയാണ്, കോമനല്ല. എങ്ങനെയാ ജന്മിക്ക് കൊയ്യാൻ പറ്റിയേ? മലയപ്പുലയനോട് പറഞ്ഞ പോലെ ഈ നെല്ല് കൊയ്ത് എന്റെ വീട്ടിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അനുസരിക്കാനുള്ള ബാധ്യത കോമനില്ല. കാരണം കോമൻ ഒരു ജാതി വ്യവസ്ഥയിൽ നിൽക്കുന്ന കർഷകനല്ല. അവിടെ ജന്മി ചെയ്തത് കഴിഞ്ഞ വർഷത്തെ പാട്ടബാക്കി കിട്ടാനുണ്ട് എന്നുള്ള കേസ് കോടതിയിൽ കൊടുക്കുകയും കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വാങ്ങുകയും കോടതി ആമീനിന്റെ സഹായത്തോടുകൂടി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട്, വേണമെങ്കിൽ ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ ഭാഷയിൽ പറഞ്ഞാൽ ഭരണകൂടത്തിന്റെ ബലപ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് കോമൻ കൊയ്തത് എടുക്കുന്നു. അവിടെ മലയപ്പുലയൻ അവസാനിപ്പിക്കുന്ന 2 വരിയുണ്ട്. അല്ല, ഇടശ്ശേരി അവസാനിപ്പിക്കുന്ന 2 വരിയുണ്ട്. ആ 2 വരി അധികാരം കൊയ്യണം ആദ്യം നാം, അതിനുമേലാകട്ടെ പൊന്നാര്യൻ എന്നാണ്. 1957 ആയപ്പോ ഈ അധികാരവും കൊയ്തു എന്നാണല്ലോ നമ്മളുടെ വിചാരം. പിന്നീട് വികേന്ദ്രീകൃത ആസൂത്രണം വന്നപ്പോ അധികാരത്തിൽ കുറെയൊക്കെ ജനങ്ങൾ പങ്കാളികളാവുകയും ചെയ്തു. എന്നിട്ടും ഒരു ദരിദ്ര തൊഴിലാളി, ദരിദ്ര കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം അയാളുടെ നിയന്ത്രണത്തിലാണോ? അല്ല, അയാളുടെ നിയന്ത്രണത്തിലല്ല. ജാതീയവസ്ഥ പോകുന്നു, ഭരണകൂട മർദ്ദന ഉപകരണങ്ങൾ പോകുന്നു, അധികാരം വികേന്ദ്രീകരിക്കപ്പെടുന്നു. എന്നാലും ഒരുവൻ വിതയ്ക്കുകയും അവരൻ കൊയ്യുകയും ചെയ്യുന്ന ദുർനീതി നിലനിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ പുതിയ ഒരു അധികാര രൂപം ഉണ്ടായി വന്നിട്ടുണ്ട്. ആ പുതിയ അധികാര രൂപം ആരാണ്? പൊന്നിൻ മണികൾ ആ കമ്പോളങ്ങളിൽ എങ്ങോ പോയി തുലയുന്നു
എന്ന് ONV എഴുതുന്നത് ഈ പുതിയ അധികാര രൂപത്തെ വെച്ചിട്ടാണ്. പുതിയ ഒരു അധികാര രൂപം ഉണ്ടായിക്കഴിഞ്ഞു, കമ്പോളം എന്ന് പറയുന്ന ഒരു മഹാ അധികാര രൂപം. അതിന്റെ ഉള്ളിലാണ് പിന്നെ ജാതിയും ഭരണകൂടവും പോലീസും തൊഴിലാളിയും കർഷകനും എല്ലാം നിൽക്കുന്നത്. അപ്പോ ഓരോ ഘട്ടത്തിലും അധീശ ശക്തികൾ പുതിയ പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കി പുതിയ പുതിയ അധികാര രൂപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളാവട്ടെ ഈ കമ്പോളം എന്ന് പറയുന്ന ഈ വലിയ അധികാര രൂപത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എല്ലാം അവർ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു. മനുഷ്യന്റെ പ്രതികരിക്കാനുള്ള ശേഷിയെ ആ കമ്പോളം വിലയ്ക്ക് വാങ്ങുന്നു. മനുഷ്യന്റെ അറിവിനെ ആ കമ്പോളം വിലയ്ക്ക് വാങ്ങുന്നു. മനുഷ്യന്റെ സൗന്ദര്യ ബോധത്തെ ആ കമ്പോളം വിലയ്ക്ക് വാങ്ങുന്നു. ആ കമ്പോളത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സ്വതന്ത്രമായി നമ്മുടെ അറിവ് പ്രയോഗിക്കാനുള്ള അവസരമില്ലാത്ത ഒരു കൂട്ടം വ്യക്തികളായി കേരള സമൂഹം മാറുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സമ്പദ് ശാസ്ത്രം പഠിക്കാം, പക്ഷെ നിങ്ങളുടെ ഗ്രാമത്തിന്റെ സമ്പത്തിന് ഇടപെടാൻ പറ്റില്ല. നിങ്ങൾക്ക് യുക്തിബോധം പഠിക്കാം, ശാസ്ത്രീയ അറിവ് നേടാം, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ യുക്തിബോധം ഉണ്ടാവില്ല. ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന മഹാസ്ഥാപനമായി മൊത്തം സമൂഹത്തെയും നിയന്ത്രിക്കാൻ കഴിയുന്ന കമ്പോളം വികസിച്ചു വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അങ്ങനെയാണെങ്കിൽ ഈ കമ്പോള ശക്തികളും അവിടെ പണം മുടക്കുന്ന മൂലധന ശക്തികളും എന്തായിരിക്കും ആഗ്രഹിക്കുക? അവർ ആഗ്രഹിക്കുന്നത് ഉപരിവർഗത്തെ ചോദ്യം ചെയ്യാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനായിരിക്കും. അഥവാ ജന്മിയും മലയപ്പുലയനും തമ്മിലുള്ള ബന്ധം എന്താണോ അമ്മാതിരി ഒരു ബന്ധം മുതലാളിയും തൊഴിലാളിയും തമ്മിലോ അല്ലെങ്കിൽ സാമ്പത്തിക അധിനിവേശ ശക്തിയും താഴെയുള്ള ആളും തമ്മിലോ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിനുള്ള ഏറ്റവും എളുപ്പമായ വഴി ഈ സമൂഹത്തിന്റെ യുക്തിബോധത്തെ തകർത്ത് കളയുകയാണ്, ഈ സമൂഹത്തിന്റെ ശാസ്ത്രബോധത്തെ തകർത്ത് കളയുകയാണ്. അതുകൊണ്ടാണ് കേരളത്തിന്റെ മാധ്യമങ്ങളെല്ലാം ഒന്നിന് പിന്നാലെ ഒന്നായി ഇത്തരത്തിൽ അശാസ്ത്രീയതയും അയുക്തികതയും വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് യജ്ഞങ്ങളും ഹോമങ്ങളും യാഗങ്ങളും പെരുകുന്നത്. അതുകൊണ്ടാണ് അത്തരം പ്രവർത്തനങ്ങൾക്ക് വലിയ പരസ്യ പശ്ചാത്തലം ഉണ്ടായി വരുന്നത്, വലിയ പിന്തുണ ഉണ്ടായി വരുന്നത്. അതിനു പറ്റുന്ന രൂപത്തിൽ നമ്മുടെ സാംസ്കാരിക രൂപങ്ങൾ മാറുന്നു, നമ്മുടെ സിനിമ മാറുന്നു, നാടകം എന്ന കലാരൂപം ഇല്ലാതായി പോകുന്നു, അല്ലെങ്കിൽ ചെറുത്തു നിൽക്കാൻ ഉപയോഗിച്ച കലാരൂപങ്ങളൊക്കെ ഇല്ലാതായി പോവുകയും ഈ ഒരു അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കലാരൂപങ്ങൾ മാത്രം ഉണ്ടായിത്തീരുകയും ചെയ്യുന്ന, അവയ്ക്കൊക്കെ പ്രചാരം കിട്ടുകയും ചെയ്യുന്ന ഒരു സംഗതിയായി തീരുന്നു. അപ്പോ പഴയ അന്ധവിശ്വാസത്തെ പഴയ അന്ധവിശ്വാസമായി അങ്ങനെ തന്നെ പറഞ്ഞാൽ സ്വീകരിക്കപ്പെട്ടുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് അതിനെ ആ പഴയ വീഞ്ഞിനെ പുതിയ കുപ്പിയിലാക്കി അവതരിപ്പിക്കാം. അതിന് ശാസ്ത്രത്തിന്റെയോ സാങ്കേതിക വിദ്യയുടെയോ ഒക്കെ മുഖച്ഛായ കൊടുത്തുകൊണ്ട് ഉപയോഗിക്കാം ഒരു വശത്ത്. രണ്ടാമത്തെ വശത്ത് ആളുകൾ സംഘടിക്കുകയും പ്രക്ഷോഭം നടത്തുകയും ചെയ്താണ് സമൂഹത്തെ മാറ്റിത്തീർത്തത് എങ്കിൽ ആ രാഷ്ട്രീയത്തെ അരാഷ്ട്രീയം കൊണ്ട് പകരം വയ്ക്കുകയും സംഘടിക്കാനുള്ള ആളുകളുടെ ആഗ്രഹത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സമൂഹത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കാത്ത പുതിയ സംഘടനാ രൂപങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്യാം. അത്തരം പുതിയ സംഘടനാ രൂപങ്ങളാണ് കേരളത്തിൽ അനുദിനം പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഫാൻസ് അസോസിയേഷനുകൾ. സിനിമാ താരങ്ങളെ കേന്ദ്രമാക്കി മാത്രമല്ല ഈ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാവുന്നത്. എന്താണ് ഫാൻസ് അസോസിയേഷന്റെ കുഴപ്പം? അതിന് ഒരു രാഷ്ട്രീയ പരിപാടിയും ആവശ്യമില്ല, അതിന് ഒരു സാമൂഹ്യ വിശകലനവും നടത്തേണ്ടതില്ല, അതിന് എന്തെങ്കിലും തരത്തിലുള്ള നിർമ്മാണാത്മകമായ സാമൂഹ്യ നിർമ്മാണാത്മക പ്രവർത്തനങ്ങളിലേക്ക് വരേണ്ടതില്ല. അതേസമയം ആളുകൾ ഒരു സംഘടിച്ചു നിൽക്കുന്ന സംഘടിത പ്രസ്ഥാനമാണ്, കൂട്ടായി പ്രവർത്തിക്കുക എന്നുള്ള മനുഷ്യരുടെ ഉള്ളിലുള്ള ചോദനയെ തൃപ്തിപ്പെടുത്താൻ കഴിയുകയും ചെയ്യും. ഒരു രാഷ്ട്രീയ ബോധവുമില്ലാതെ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ അവസരമുണ്ടാക്കുക, ഒരു ശാസ്ത്രബോധവുമില്ലാതെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഫാൻസ് അസോസിയേഷൻ സിനിമാ താരങ്ങളെ കേന്ദ്രമാക്കി മാത്രമല്ല നടക്കുന്നത്. കേരളത്തിലുള്ള എല്ലാ ആൾദൈവങ്ങളുടെയും വിശ്വാസി സംഘങ്ങൾ ഇത്തരം ഫാൻസ് അസോസിയേഷനുടെ ഒരു വിപുലമായ രൂപമാണ്. രാഷ്ട്രീയ പാർട്ടികളിൽ ഇത്തരം ഫാൻസ് അസോസിയേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നേതാവിനെയും ചുറ്റിപ്പറ്റി ഉണ്ടാവുന്ന വലിയ ഗ്രൂപ്പുകൾ, ആ ഗ്രൂപ്പുകൾക്ക് ഉണ്ടായി വരുന്ന വലിയ വിപുലീകൃതമായ സ്വഭാവം ഒക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഉള്ളിൽ ഫാൻസ് അസോസിയേഷൻ ഉണ്ടായി വരികയും ഒരു നേതാവിനെ മാത്രമായി തങ്ങളെ രക്ഷകനായി അവരോധിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഉള്ളിൽ തന്നെ അരാഷ്ട്രീയത ഉണ്ടായി വരികയും ചെയ്യുന്നു എന്നുള്ളത് ഈ പുതിയ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് വേണ്ടിയുള്ള മുതലാളിത്തത്തിന്റെ പരിശ്രമത്തിന്റെ ഭാഗമാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം, സമയം ഒരുപാട് വൈകി. ഇതുകൂടി പറയാതെ വയ്യ. കേരളത്തിലെ ശാസ്ത്രബോധം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വെല്ലുവിളിയുണ്ട്.
ആ വെല്ലുവിളി വളരെ അഭ്യസ്തവിദ്യരായ ബുദ്ധിജീവികളുടെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നത്. അവർ പറയുന്നത് ശാസ്ത്രം എന്ന് പറയുന്നത്, ഭൗതിക ശാസ്ത്രം എന്നത് ഒരു യൂറോപ്യൻ സംഭാവന മാത്രമാണ്. യൂറോപ്പ് കണ്ടുപിടിച്ച ഒരു അന്വേഷണ മാർഗമാണ് ശാസ്ത്രം. വേറെ സ്ഥലങ്ങളിൽ മറ്റു തരം അന്വേഷണമാണ് ഉള്ളത്. അതുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലെ, യൂറോപ്പിന് പുറത്തുള്ള സ്ഥലങ്ങളിലെ ആളുകളുടെ അറിവിനെ വിശകലനം ചെയ്യാൻ നിങ്ങളുടെ ശാസ്ത്രത്തിന് കഴിയാത്തത് കൊണ്ട് നിങ്ങൾ അവയൊക്കെ അന്ധവിശ്വാസികളായി പറയുന്നു എന്നാണ്. ഉദാഹരണം ഇങ്ങനെയാണ്: ജാതകം അശാസ്ത്രീയമായ ഒന്നാണ്. കാരണം ജാതകത്തെ ശാസ്ത്രത്തിന്റെ സിദ്ധാന്തങ്ങൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയില്ല. അതിന്റെ അർത്ഥം എന്താണ്? ജാതകത്തെ മനസ്സിലാക്കാൻ പറ്റുന്നതല്ല നിങ്ങളുടെ ശാസ്ത്രം. അപ്പൊ നിങ്ങൾ വേറെ ശാസ്ത്രം ഉണ്ടാക്കേണ്ടി വരും. ജാതകത്തെ മനസ്സിലാക്കാൻ നിങ്ങളുടെ ശാസ്ത്രത്തിന് പറ്റാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ കാര്യകാരണ ബന്ധത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ടാണ്. കാര്യവും കാരണവും തമ്മിലൊരു ബന്ധമുണ്ടാവണം എന്നുള്ളത് യൂറോപ്യന്മാർ പറഞ്ഞ ശാസ്ത്രമല്ല. നിങ്ങൾ എന്തിനാണ് അത് പറയുന്നത്? അതങ്ങ് കളയൂ. അത് കളഞ്ഞാൽ നിങ്ങൾക്ക് ജാതകത്തിൽ വിശ്വസിക്കാൻ എളുപ്പമാണ്. ജാതകം അന്ധവിശ്വാസമല്ലാതായിത്തീരും. ഇത് വളരെ ഗൗരവമായി കേരളത്തിലും പുറത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ ഒരു ചിന്താ പദ്ധതിയാണ്. ഈ ചിന്താ പദ്ധതിയെ നമ്മൾ വിപുലമായി വായിച്ച് മനസ്സിലാക്കി പോയാൽ അത് ഉത്തരാധുനികതയുടെ ചിന്താ പദ്ധതിയാണ്. ഉത്തരാധുനികത ആഗോളവൽക്കരണത്തിന്റെ സാംസ്കാരിക പദ്ധതിയാണ്. എന്തിനാണ് ഇങ്ങനെ ശാസ്ത്രത്തെ യൂറോപ്യൻ ശാസ്ത്രവുമായി വെട്ടിച്ചുരുക്കുകയും കാര്യകാരണ ബന്ധത്തെ അനാവശ്യമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്? അങ്ങനെ പ്രഖ്യാപിച്ചാൽ നവോത്ഥാനത്തിന്റെ ആശയങ്ങളെ നിലംപരിശാക്കാൻ അതിന് കഴിയും. കാരണം നവോത്ഥാനവും ഭൗതിക ശാസ്ത്രവും കൈയോട് കൈ ചേർത്ത് പിടിച്ച്, തോളോട് തോൾ ചേർത്ത് പിടിച്ചാണ് വളർന്നു വന്നത്. ഗലീലിയോ അദ്ദേഹത്തിന്റെ കുഴൽ കണ്ണാടിയിലൂടെ ആകാശത്തേക്ക് നോക്കി അവിടെ നിന്ന് സ്വർഗലോകത്തെ നിഷ്കാസനം ചെയ്തപ്പോഴാണ് നവോത്ഥാന പ്രക്രിയയുടെ ബീജാവാപം ആരംഭിച്ചു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ തന്നെയാണ് ഭൗതിക ശാസ്ത്രത്തിന്റെ വളർച്ചയും തുടങ്ങുന്നത്. അപ്പൊ ഭൗതിക ശാസ്ത്രത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ, അതിന്റെ അടിസ്ഥാനമായ കാര്യകാരണ ബന്ധത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നവോത്ഥാനമുണ്ടാക്കിയ നേട്ടങ്ങളെയും നിഷേധിക്കാം. അങ്ങനെയും നിങ്ങൾ എത്തിച്ചേരുന്നത് പഴയ യുക്തിവിരുദ്ധമായ ശാസ്ത്രബോധമില്ലായ്മയുടേതായിട്ടുള്ള ഒരു സാംസ്കാരിക അവസ്ഥയിലേക്കാണ്. ആ സാംസ്കാരിക അവസ്ഥയാണ് അധികാരികളെ ചോദ്യം ചെയ്യാനുള്ള എല്ലാ അവസരവും അടച്ചു കളയുന്നത്. അങ്ങനെ ചോദ്യം ചെയ്യപ്പെടാത്ത അധികാര രൂപങ്ങൾക്ക് മനുഷ്യ സമൂഹത്തിന്റെ മേൽ എല്ലാ തരത്തിലുമുള്ള ആധിപത്യം പുലർത്താൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ നേരിട്ടിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമകാലീന കേരളത്തിന്റെ ശാസ്ത്രബോധവും ശാസ്ത്രബോധമില്ലായ്മയും എന്ന് മാത്രം പറയട്ടെ. സമയം ഒരുപാട് എടുത്തിട്ടുണ്ട്, ക്ഷമിക്കുക, നിർത്തുന്നു. ബുദ്ധിജീവികൾ, രാജൻ ഗുരുക്കൾ, സുനിൽ പി ഇളയിടം തുടങ്ങിയവരാരും എതിർക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. അത് അവരെതിർക്കാത്ത എന്തുകൊണ്ടാണെന്നുള്ള കാര്യം അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അതിനെ എതിർത്ത് തുടങ്ങിയിട്ടുണ്ട് ആളുകൾ കേട്ടോ. കഴിഞ്ഞ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം പാലക്കാട്ട് ചേർന്നപ്പോൾ അവരുടെ സംഘടനാ രേഖയുടെ ഒരു പ്രമേയം ഇങ്ങനെ ഫ്ലെക്സ് കുട്ടപ്പന്മാരാകുന്ന നേതാക്കന്മാരെ ബഹിഷ്കരിക്കണം എന്നാണ്. അത് എത്രമാത്രം ആഘാതം ഉണ്ടാക്കും എന്നൊക്കെ ഉള്ളത് വേറെ സംഗതി. അപ്പൊ എന്തായാലും ആ ചർച്ച നടക്കുന്നുണ്ട്. അത് തിരുത്തപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മംഗൾയാനെ കുറിച്ചുള്ള മാധ്യമ വാർത്ത ബോധപൂർവമായ പ്രചരണ രീതി എന്നതിനേക്കാൾ നിലനിൽക്കുന്ന അശാസ്ത്രീയ അന്തരീക്ഷത്തിന്റെ സൃഷ്ടി എന്നല്ലേ കാണേണ്ടത്. അങ്ങനെ കാണാം. അത് അതായത് ഇത് വൈരുദ്ധ്യാത്മകമാണ് എന്ന് വേണമെങ്കിൽ പറയാം. മാധ്യമങ്ങൾ സമൂഹത്തിലേക്ക് കൊടുക്കുന്നുണ്ട്, സമൂഹം മാധ്യമത്തിലേക്കും കൊടുക്കുന്നുണ്ട്. സമൂഹത്തിന്റെ പൊതുബോധത്തിന് അപ്പുറത്തേക്ക് വളരാൻ മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ പരിമിതി. അതേപോലെ സമൂഹം എന്താണോ ആഗ്രഹിക്കുന്നത് അത് അങ്ങനെ തന്നെ കൊടുത്ത് അവരെ സുഖിപ്പിച്ച് നിർത്തുക എന്നുള്ള വിപണി ലക്ഷ്യവും മാധ്യമം സ്വീകരിക്കുന്നുണ്ട്. ഇത് പരസ്പരം പുറന്തടവുന്ന രീതിയാണ്. അത് വൈരുദ്ധ്യാത്മക സമൂഹത്തിൽ സംഭവിക്കുന്ന ഒരു അപകടമാണ്. ആ വിഷമവൃത്തത്തെ പൊളിച്ച് പുറത്തു വരാൻ മാധ്യമങ്ങൾക്ക് കഴിയുമ്പോൾ മാത്രമേ മാധ്യമങ്ങൾ സമൂഹത്തെ നയിക്കുന്നവരായി തിരികെയുള്ളൂ. നമുക്ക് ഏതെങ്കിലും ഒരു പത്രത്തെയോ പത്രസ്ഥാപനത്തെയോ അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ പത്രസ്ഥാപനങ്ങളെയുമോ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുകയല്ല വേണ്ടത്. പത്രസ്ഥാപനങ്ങളും ജനങ്ങളും തമ്മിലുള്ള ഈ ബന്ധം അപകടകരമായ ഒരു അവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത്. ആ അവസ്ഥയാണ്, ആ സാമൂഹ്യ അവസ്ഥയാണ് നമ്മൾ മാറ്റി തീർക്കാൻ ശ്രമിക്കുന്നത്. ആ അവസ്ഥയെ മാറ്റി തീർക്കണമെങ്കിൽ ഈ വിഷമവൃത്തം പൊളിക്കാൻ ആരെങ്കിലും ധൈര്യപ്പെട്ട് വരണം എന്നുള്ളതാണ്. ആ ധൈര്യമാണ് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ ശ്രമിക്കുന്നത്. യൂറോസെൻട്രിക് സയൻസിന്റെ ഉൽപ്പന്നമാണ് കമ്പോളം. ആ കമ്പോളം നിലവിൽ ചൂഷണോപാധിയാണ്. എന്നിട്ടും യൂറോസെൻട്രിക് സയൻസ് മാത്രമാണ് ശരി എന്ന് പറയുന്നതിൽ യുക്തിക്കുറവില്ലേ എന്നാണ് ചോദ്യം. യൂറോസെൻട്രിക് സയൻസിന്റെ ഉൽപ്പന്നമാണ് കമ്പോളം എന്നുള്ളത് വിശദീകരണം ആവശ്യമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് അങ്ങനെ ആവണമെന്നില്ല. വിപണി എന്നുള്ള വിശാലമായ അർത്ഥത്തിൽ അങ്ങനെ ആവണമെന്നില്ല.
പക്ഷെ യൂറോസെൻട്രിക് സയൻസ് എന്നും പിന്നെ അങ്ങനെ അല്ലാത്ത സയൻസ് എന്നും രണ്ടു തരം സയൻസ് ഇല്ല എന്നുള്ളതാണ്. സയൻസ് ഒന്നേ ഉള്ളൂ. അത് വസ്തുതകളെ സമീപിച്ച് കാര്യകാരണ അതിനെ വിശകലനം ചെയ്ത് നിഗമനങ്ങളിലെത്തി ആ നിഗമനങ്ങളെ പരീക്ഷിച്ച് ആവർത്തിച്ച് ഉറപ്പിച്ച് സാമാന്യവൽക്കരിച്ച് സിദ്ധാന്തമാക്കുന്ന ഒരു രീതി സമ്പ്രദായമുണ്ട്. അതാണ് ശാസ്ത്രത്തിന്റെ രീതി. ആ ശാസ്ത്രത്തിന്റെ രീതി എവിടെ പ്രയോഗിച്ചാലും ഒരേ ഉത്തരം കിട്ടും സമാനമായ സാഹചര്യങ്ങളിൽ. അത് യൂറോപ്പിൽ ആ രീതി ഉപയോഗിച്ചാലും ഇന്ത്യയിൽ ഉപയോഗിച്ചാലും ആ രീതി കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ രീതിയിൽ നിന്ന് പുറത്തു വേറെ അറിവുകളെ കൊണ്ടുവരാം. പക്ഷെ എന്നിട്ട് അതിനെ ശാസ്ത്രീയത എന്ന് വിളിക്കരുത്. അത്രേ ഉള്ളൂ. അതാണ് ശാസ്ത്രീയത എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ ഒരു രീതിയുണ്ട്. ആ രീതിയിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ വേറെ ഒരു സംഗതി കൊണ്ടുവരികയും എന്നിട്ട് ഇത് ശാസ്ത്രീയമാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ആശയക്കുഴപ്പമുണ്ട്. ശാസ്ത്രത്തെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യം അതിന് പുറത്തുള്ള ഒരു സംഗതിയാണ്. ശാസ്ത്രത്തെ സ്വീകരിക്കേണ്ടതില്ല എന്ന് ആരും പറയുന്നില്ല. അവർ ശാസ്ത്രത്തെ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാനാണ് ശ്രമിക്കുന്നത്. ആ വ്യാഖ്യാനം തെറ്റാണ്. അതാണ് പറഞ്ഞു വരുന്ന ഒരു സംഗതി. ശാസ്ത്രബോധത്തോടെ സമൂഹത്തെ ശരിയായി ദിശയിൽ നയിക്കേണ്ട നേതാക്കൾ സാമ്പത്തിക താല്പര്യങ്ങൾക്കും മറ്റും വഴങ്ങി എല്ലാറ്റിനോടും കോംപ്രമൈസ് ചെയ്ത് നീങ്ങുന്ന കാഴ്ചയാണ് ചുറ്റും കാണുന്നത്. ഈ അവസ്ഥയെ എങ്ങനെ മറികടക്കാൻ കഴിയും? ഞാനിവിടെ പറയുന്നില്ല. അത് നമുക്ക് അങ്ങനെ ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു ചോദ്യമല്ലല്ലോ. അത് ഏതൊരു ശൂന്യാകാശ പേടകം വിക്ഷേപിക്കുമ്പോഴും ഈശ്വര പ്രാർത്ഥന നടത്താറുണ്ടോ? ഉണ്ടെന്ന് പറയുന്നു. ഒരു കാര്യം നന്നായി വരുവാൻ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണോ? നഷ്ടമൊന്നുമില്ല, വേണേ കടന്നോട്ടെ എന്ന് പറയാം അല്ലേ. എന്തായാലും ഞാൻ ഒരു ചൊവ്വയിലേക്ക് ഒരു പേടകം അയക്കുകയാണ്. അപ്പോ പഴവങ്ങാടി ഗണപതിക്ക് ഒരു തേങ്ങ കൂടി അടിക്കുന്നെങ്കിൽ ഗുണപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ എന്നാരെങ്കിലും വിചാരിച്ച അപകടം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ചെയ്യുന്നതിലൂടെ അതിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹം ചെയ്ത എല്ലാ ശാസ്ത്രീയ സിദ്ധാന്തങ്ങളിലും അദ്ദേഹത്തിന്റെ വിശ്വാസം പോയി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതിന് വിശ്വാസമില്ല. 4ഉം 3ഉം കൂട്ടിയാൽ 7 എന്നൊരാൾക്ക് ഉത്തരം കിട്ടുന്നു. ആ ഉത്തരം ശരിയാകാൻ വേണ്ടി ഗണപതിക്ക് തേങ്ങ അടിക്കുകയും കൂടെ ചെയ്താൽ ഈ 4ഉം 3ഉം കൂട്ടി 7 എന്നതിലേക്ക് എത്തി ആ പ്രോസസ്സിന്റെ വിശ്വാസ്യത പോകും. ആ വിശ്വാസ്യത പോയാൽ പിന്നെ അതിനൊന്നുമില്ല. ആ സയൻസ് എന്ന് പറയുന്നത് ആ പ്രക്രിയയാണ്, ആ പ്രോസസ്സാണ്. ആ പ്രക്രിയയിൽ വിശ്വാസമില്ലെങ്കിൽ പിന്നെ സയൻസ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ലാണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നേ സ്വീകരിക്കാൻ പറ്റുള്ളൂ, രണ്ടും കൂടി പറ്റില്ല. മോം നേട്ടങ്ങൾ ശരാശരി ഇന്ത്യൻ ജീവിതത്തെ എങ്ങനെ മെച്ചപ്പെടുത്തും? അപ്പോളോ 11 ശേഷം അമേരിക്കക്കാർക്ക് എന്ത് കിട്ടി? അപ്പോളോ 11 ശേഷമാണ് അമേരിക്കയിലെ ശുദ്ധശാസ്ത്രം പഠിക്കാൻ വേണ്ടി യുവാക്കളും വിദ്യാർത്ഥികളും ഇരച്ചു കയറിയത്. അതാണ് അവരുടെ നേട്ടം. ശുദ്ധശാസ്ത്രത്തിന്റെ മേൽ ശാസ്ത്രത്തിന് ജനസമൂഹത്തെ ആവേശം കൊള്ളിക്കാൻ കഴിയുകയും ആളുകൾ ശാസ്ത്രം പഠിക്കാൻ ഇരച്ചു വരികയും ചെയ്തതാണ് ആളുകളുടെ ശാസ്ത്രബോധവും ശാസ്ത്ര വിദ്യാഭ്യാസവും വികസിപ്പിച്ചത്. അതാണ് അമേരിക്കയുടെ പിന്നീടുണ്ടായ എല്ലാ സാങ്കേതിക വളർച്ചയുടെയും പിൻബലം. അതിന്റെ സാമ്പത്തിക തലം വേറെയുണ്ട്. ഇന്ത്യയിലും നമ്മൾ ആഗ്രഹിക്കുന്നത് മംഗൾയാനിന്റെ വിജയം ഇന്ത്യൻ വിദ്യാർത്ഥി സമൂഹത്തെ ആവേശം കൊള്ളിക്കുകയും അവർ ശാസ്ത്ര പഠനത്തിലേക്കും ശുദ്ധശാസ്ത്രത്തിലേക്കും തിരിയുകയും ചെയ്യും എന്നാണ്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ചൊവ്വയുടെ മണ്ണിന്റെ നിറവും അതും പഠിച്ചിട്ടൊരു കാര്യവും കിട്ടാൻ പോകുന്നില്ല. അത് വേറെ കാര്യം. ഇത് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ആളുകളെ ആവേശം കൊള്ളിക്കാൻ പോകുന്നത് നോക്കണം. സാമ്രാജ്യത്വ ശക്തികൾ ഇത്തരം നേട്ടങ്ങളെ യുദ്ധം പോലുള്ള നശീകരണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കില്ല. തീർച്ചയായും ഉപയോഗിക്കും. സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് രാഷ്ട്രീയ വിമുക്തമല്ല. സാങ്കേതിക വിദ്യ രാഷ്ട്രീയത്തിന് ഉള്ളിൽ നിൽക്കുന്ന അതിന്റെ ഭാഗമായി നിൽക്കുന്നതാണ്. ആ തെറ്റുകളെ ശരിയായ ആഗോള രാഷ്ട്രീയം കൊണ്ട് മാത്രമേ നമുക്ക് മറികടക്കാൻ കഴിയൂ. കേരള സാമ്പത്തിക തകർച്ചയെ കുറിച്ചുള്ള ചോദ്യമാണ്. അത് മുമ്പേ പറഞ്ഞൊരു സംഗതി തന്നെയായിരുന്നു. NSS, SNDP, ലീഗ് പോലുള്ള ജാതി സംഘടനകളുടെ കഴിവതും നിരുത്സാഹപ്പെടുത്തുകയും പൊതു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എല്ലാ പ്രക്ഷോഭങ്ങളിലും പങ്കെടുത്ത് നമ്മുടെ ശരിയായ ഐഡന്റിറ്റി തുറന്നു കാണിക്കണം നിർദ്ദേശമാണ്. അത് നമുക്ക് വിമോചന സമരത്തെ തുടർന്നുണ്ടായ പിന്നോട്ടടി പിന്നീട് പലതവണ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാരുകൾക്ക് തിരുത്താൻ കഴിയാത്തത് വിമോചന സമരം മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ കഴമ്പുള്ളത് കൊണ്ടായിരുന്നില്ലേ? വിമോചന സമരത്തെ പേടിയായതുകൊണ്ടാണ് എന്നും നമുക്ക് പറയാം. അഥവാ വിമോചന സമരത്തോടുകൂടി രാഷ്ട്രീയത്തിൽ ജാതിമത ശക്തികളുടെ സ്വാധീനം നിർണായകമായി ഉണ്ടാവുകയും അതിനെ മറികടക്കാനുള്ള സംഘടനാ ബലം ഇല്ലാതാവുകയോ അതിനെ മറികടക്കാനുള്ള ആശയ തെളിമ ഇല്ലാതാവുകയോ ഒക്കെ ചെയ്തതുകൊണ്ടും ആവാം. അപ്പുറത്ത് കഴമ്പുണ്ടായിട്ടുള്ളതുകൊണ്ടാവണമെന്നില്ല എന്നർത്ഥം. മുതലാളിത്തം എന്നതിനെ അമിതമായി വ്യക്തിവൽക്കരിക്കുന്നതായി തോന്നി ഒരു സാമൂഹ്യ വ്യവസ്ഥ എന്ന നിലയിൽ മനുഷ്യ ചിന്തകൾ അതിനെ സ്വാധീനിക്കുകയല്ലേ ഉണ്ടാവുക? ഞാൻ മുമ്പേ പറഞ്ഞ ഉത്തരം തന്നെയാണ്. മുതലാളിത്തം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലുള്ള സാമ്പത്തിക കൊടുക്കൽ വാങ്ങലുകളുടെ ഫലമായി ഉണ്ടായി വരുന്ന ഒരു ആശയ പ്രപഞ്ചമാണ്. ഇതാണ്, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ അവസ്ഥയാണ്. ആ സാമൂഹ്യ അവസ്ഥ അതിന്റെ ഉള്ളിലുള്ള വ്യക്തികളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും. ഉള്ളിലുള്ള വ്യക്തികൾ ഈ സാമൂഹ്യ അവസ്ഥയെ തിരിച്ച് ശക്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന രണ്ട് ദിശയിലേക്കും സഞ്ചരിക്കുന്ന ഒന്നാണ്. വ്യക്തികൾ എല്ലാവരും നല്ലവരായി മുതലാളിത്തത്തെ പൊളിച്ചു കളയാം എന്ന് പറയുന്നത് അശാസ്ത്രീയമാണ്. മുതലാളിത്തം മുഴുവനും പോയിട്ട് നമുക്കൊക്കെ നല്ലവരാകാം എന്ന് പറയുന്നതും
അശാസ്ത്രീയമാണ്. കാരണം ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആ വൈരുദ്ധ്യ അവസ്ഥയെ മനസ്സിലാക്കി അതിനെതിരായിട്ടുള്ള നിലപാടുണ്ടാക്കുകയും അത് മാറുന്നതിനുള്ള പ്രവർത്തനം നീക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സംഗതി. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. നന്ദി.